ഫുഡ് ആൻഡ് സവാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് പെരുന്നാളാണ്, ചെറിയ പെരുന്നാൾ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ബിരിയാണിയാണ്. തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി, ആമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആമ്പൂർ ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണി ഞാനൊരു 3 മാസം മുമ്പ് ആമ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആമ്പൂരിലെ അതേ സെയിം റെസിപ്പിയിലാണ്. നമ്മളൊരു ഫേമസ് ആയ ഹോട്ടലിലായിരുന്നു ഈ ബിരിയാണി കഴിക്കാൻ കയറിയത്. ആ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ റെസിപ്പിയിലാണ് നമ്മൾ ഇന്നിവിടെ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ആമ്പൂർ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ കിടക്കണം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കണം. ഈ ഉണക്കമുളകാണ് ആമ്പൂർ ബിരിയാണിക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ വറ്റൽമുളക് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ വഴറ്റാം. ഇനി നമ്മളൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് നെയ്യോടൊപ്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഓയിലെല്ലാം നമ്മുടെ നെയ്യും എണ്ണയെല്ലാം നല്ലതായിട്ട് ചൂടായി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇതുണ്ടോ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇട്ടു. സവാളയ്ക്ക് ശേഷം നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ വറ്റൽമുളക് പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് എരിവിന് വേണ്ടി ഈ വറ്റൽമുളക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. വറ്റൽമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ച് നെയ്യ് ഒഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ കറുവായും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ടു ഒന്ന് വഴറ്റി. അതിനുശേഷം സവാള ഇട്ടു. സവാളയും പിന്നെ മുളക്, നമ്മുടെ വറ്റൽമുളകിൻ്റെ പേസ്റ്റും ഇട്ടു. ഇത് ഇത്രയും ആയതിനു ശേഷം പിന്നെ വെളുത്തുള്ളിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു, വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്ത് 3 തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. തൈര് ഒരു ശകലവും കൂടി വേണം. ഈ പാത്രത്തിനൊരു 1.5 പാത്രം തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരി വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഇനി നല്ലതായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയായിരുന്നു നമ്മൾ ആമ്പൂരിൽ നിന്ന് കഴിച്ചപ്പോൾ. അന്നേ ഞാനൊന്ന് മനസ്സിൽ കണക്കൂട്ടിയതാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന്. എന്നിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരിക്കുള്ള അളവിൽ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇങ്ങനെ കിടന്ന് വേകട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ആമ്പൂർ ബിരിയാണി എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. തിളക്കട്ടെ. നമ്മുടെ ചിക്കൻ ഒരു 3/4 വേവ് ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അന്നേരം ബാക്കി വേവ് അരിയുടെ കൂട്ടത്തിൽ ചിക്കനും കൂടി വെന്ത് കഴിയുമ്പോൾ സംഭവം സെറ്റാവും. അപ്പം നമ്മുടെ ചിക്കൻ വേകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം, എന്നിട്ട് അരി ഇടാം. ചിക്കൻ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിയും കൂടി ഇടാം. നമ്മളിപ്പം ഇവിടെ എടുത്തിരിക്കുന്ന അരി എന്ന് പറയുന്നത് നല്ല ജീരക റൈസാണ്. ജീരക റൈസ് ഇത് കഴുകി നമ്മൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അന്നേരത്തേക്ക് നമ്മുടെ ആമ്പൂർ ബിരിയാണി റെഡിയാവും. അങ്ങനെ നമ്മുടെ ആമ്പൂർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായി, അടിപൊളി. ശകല സമയം ഒന്ന് അടച്ച് ദമ്മാക്കിയിട്ട് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. തീ കുറച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ദമ്മിലിടാം കിടക്കണം. നമ്മുടെ നല്ല ചിക്കൻ ബിരിയാണി, ആമ്പൂർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമ്മുടെ ആമ്പൂർ ബിരിയാണി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല സലാഡും ഒക്കെ ആയിട്ട് ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ടേസ്റ്റുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. കുഴപ്പമില്ല. അധികം മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മടുപ്പൊന്നും തോന്നത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.